എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അത് കുറച്ചുകൂടി നമുക്ക് നായകനെക്കാട്ടും കുറച്ചുകൂടി ഞാനിപ്പോൾ എങ്ങനെ പറയുന്നത്, ഞാൻ ചെയ്തൊരു ക്യാരക്ടർ വില്ലത്തിയാണ്. പക്ഷെ അതൊരു കാസ്റ്റിംഗാണ്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഏത് ക്യാരക്ടർ കിട്ടിയാലും എനിക്ക് അങ്ങനെ നായികയായിട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല. ഇപ്പം എൻ്റെ ഏജിലും എൻ്റെ ബോഡി ലാംഗ്വേജിലും എൻ്റെ അതിനനുസരിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ ഏത് വന്നു കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഏത് ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. എനിക്ക് അതൊരു പാഷനാണ്. ഫിലിം എന്ന് പറയുന്നത് അതൊരു വരുമാന മാർഗ്ഗമോ പ്രൊഫഷനോ ആയിട്ടോ എടുക്കാൻ എന്നുള്ളതല്ല. എനിക്കതൊരു പാഷനായിട്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു നായികയൊക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കുള്ള സിനിമകളിലും ഒരു 20-25 ഏജിലുള്ള കുട്ടികളായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ എൻ്റെയൊക്കെ ഒരു അതിന് എനിക്ക് പറ്റുന്നൊരു ക്യാരക്ടറായിട്ട് വരണം. ഒരു 35-35 ഇടയിൽ വരുന്ന ക്യാരക്ടർ വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്രീൻ സ്പേസ് കൂടുതലുള്ള ഒരു സിനിമയാണല്ലോ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ് ക്യാരക്ടർ? ചലഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഒന്നാമത്തെ കാര്യം നമ്മൾ ആനയാണ് ചെയ്യുന്നതിനെ കുതിരയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആരെങ്കിലൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് ആകുമ്പോൾ അവൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ എല്ലാവരുടെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ടാണ് സത്യത്തിൽ ക്യാരക്ടറെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാത്തത്. സ്വന്തം പടം എന്നുള്ള രീതിയിലൊരു വിലയിരുത്തലുണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ല. ചെറിയൊരു കുടുംബത്തിന് കാണാൻ പറ്റുന്ന ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ MDMA, മയക്കുമരുന്ന്, കഞ്ചാവ് അങ്ങനെയുള്ള സംഭവങ്ങളിപ്പോൾ അടിക്കടിയായിട്ട് അറസ്റ്റുകൾ നടക്കുന്നു. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു. അപ്പം അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബം എങ്ങനെയാണ് തകർന്നു പോയെന്ന്, അവർക്കുണ്ടാകുന്ന മെൻ്റൽ ട്രോമ എന്താണെന്നും അതിനെ എങ്ങനെ ഒരു റിവഞ്ച് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ അതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അതിൻ്റെ മുഖ്യ കണ്ണിയായിട്ടുള്ള ഒരു ലേഡിയാണ് ഈ ഡോക്ടർ അനീറ്റ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ പിടിക്കപ്പെടുന്ന ആൾക്കാർക്ക് മുകളിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, പല കേസുകൾ തേഞ്ഞു മാറ്റി പോകുന്നതും. അതാണ് മെയിനായിട്ട് അവർ പറയുന്നത്. പറഞ്ഞാൽ സ്പോയിലറായിട്ട് ഞാൻ പിന്നെ ഇതിനെ പറയുന്നത്. ഞാനിതിന് മുമ്പ് ചെയ്തതിലും സെക്കൻഡ് ഹീറോയിനായിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള ഏകദേശം ഇതുപോലെ എനിക്ക് പക്ഷേ മാസമൊക്കെ ആണെങ്കിലും അപ്പം അതിലും നല്ല ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുറച്ചുകൂടി അതിൻ്റെ പേര് മാത്രമാണ് കൂടുതൽ പറയുന്നത്. അതിലും അതിൻ്റെ അടിയിലൊരു കട്ടൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് സ്ക്രീൻ പ്രസൻസ് നമുക്ക് കുറച്ചുകൂടി. പിന്നെ ഞാൻ കുറേ ഗ്യാപ്പിന് ശേഷം വന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു 2015 ശേഷം ഞാൻ പിന്നെ 16-17 ഞാനൊരു 15 സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സെറ്റ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഞാൻ ശ്രീലങ്കയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പോർട്ടിങ് ആൻഡ് പർച്ചേസിങ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നല്ല ക്യാരക്ടറൊക്കെ വരുമ്പോൾ ഞാൻ മിക്കപ്പോഴും അവിടെ ഇരിക്കും. അപ്പോൾ എനിക്ക് ജോലി കളഞ്ഞിട്ട് ഞാൻ സിനിമയുടെ പിന്നാലെ പോകാമെന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലും അല്ല, അത് പോസിബിളല്ല. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല ഗ്യാപ്പ് വന്നിരുന്നു. പിന്നെ അതിനുശേഷം ലോക്ക്ഡൗണുമായി. ലോക്ക്ഡൗണായിട്ട് മൊത്തത്തിലങ്ങ് എല്ലാം കൊണ്ടും നടപ്പിലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നാട്ടിലേക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തൊരു സിനിമ നദികൾ സുന്ദരിയമ്മ. പിന്നെ വരുന്നതൊക്കെ ടൈപ്പ് കാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് എക്സ്പോസിങ് ഒക്കെ കാരണം നമ്മളങ്ങനെ വീണ്ടും ചെയ്ത ക്യാരക്ടർ തന്നെ ചെയ്യുമ്പോൾ അത് പിന്നെ നമുക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. ആ ഒരു മാറ്റം നമ്മൾ കാസ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു 6-5 വർഷങ്ങൾക്കിടയിൽ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. അതിൻ്റെ ഒരു എനിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നമുക്കെന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് വരണമല്ലോ എന്നുള്ളത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അപ്പോൾ ഇത് പറഞ്ഞുറപ്പിച്ച് കാസ്റ്റ് ചെയ്തിട്ടുള്ള പല മൂവീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മൂവീസിന് തലേ ദിവസമൊക്കെയാണ് അറിയുന്നത്. മീൻസ് എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു മെഷർമെൻ്റൊക്കെ എടുത്തിട്ടും തലേ ദിവസം പിടിക്കാൻ വരിക, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് മാറുക, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുക, അങ്ങനെയൊക്കെ കുറേ വന്നു. പക്ഷേ ഇത് പെട്ടെന്നായിരുന്നു പുള്ളി എന്നെ വിളിച്ചത്, എഗ്രിമെൻറ്റ് ചെയ്തതും 2 ദിവസം മുമ്പ് ഷൂട്ട് കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. പെട്ടെന്ന് ഷൂട്ട് തുടങ്ങിയതൊക്കെ ഇതെല്ലാം പെട്ടെന്നായിരുന്നു. നമ്മൾ ഇതിലുണ്ട് ചെയ്യുന്ന പല മൂവീസും നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് അവരെ കൺഫേം ചെയ്ത് ക്യാരക്ടറൊക്കെ ഫിക്സ് ചെയ്തത് പല മൂവീസിലും മാറുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം അല്ല പുള്ളിക്കാരൻ
പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ കരഞ്ഞ് വിളിച്ച് ഭയങ്കര മെൻ്റൽ ട്രോമയിലൊക്കെ ആയി സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളാണ് പറഞ്ഞത് അമ്മ ഇങ്ങനെ ഇരിക്കരുത്, അമ്മ ഇറങ്ങണം എന്ന് പറഞ്ഞ എൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ആക്റ്റീവായതും വീണ്ടും ഇപ്പോഴും ഇതായിട്ട് നിൽക്കുന്നത്. അതേപോലെയല്ലേ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഉണ്ടായിരുന്ന സമയത്തും പുള്ളിക്കാരി നല്ല ആക്റ്റീവായിട്ട് ആളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ലേഡിയല്ലേ രേണുസുധി എന്ന് പറയുന്നത്. പക്ഷേ ആരും അങ്ങനെ അറിയപ്പെട്ടില്ല, ആരുടെ മുമ്പിലോട്ട് പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് മീഡിയാസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് ആരും കണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി പറയുമ്പോൾ ഞാൻ അന്നും സാരിയൊന്നും കൊടുക്കാറില്ല, ഞാൻ അന്ന് മോഡേൺ ഡ്രസ്സേ ഇടാറുള്ളൂ എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് മരിച്ചു വിളിച്ചിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് കരഞ്ഞ് വിളിച്ച് ഓർണമെൻറ്റ്സൊന്നും ഇടാതെ പണ്ടത്തൊക്കെ പോലെ ആ കാലമൊക്കെ മാറിയില്ലേ. പിന്നെ അവരെ കൊണ്ടാണ് ഈ മറ്റുള്ളവരെല്ലാം ജീവിക്കുന്നത്. ഈ ഓൺലൈൻ ചാനൽസ് ആണെങ്കിലും ഇവരെ ഈ നെഗറ്റീവ് പറയിപ്പിക്കുന്നവരാണെങ്കിലും ഒക്കെ അവരാളുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടുന്നില്ല. എനിക്ക് എന്തെങ്കിലും തരുമോ, എന്നെ സഹായിക്കണോ, എന്നെ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ തരില്ല. ഇപ്പോൾ ഈ 10 വർഷം ഇൻഡസ്ട്രിയിൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഡെയിലി വർക്കുകൾ വരുന്നില്ലേ. അപ്പോൾ അവരെ കൊണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസറിനാണെങ്കിലും ആ വർക്ക് ചെയ്യിപ്പിക്കുന്നവർക്ക് ഡെയിലി ചെയ്ത് എനിക്ക് നിങ്ങളോട് കാര്യം പറയാം, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഇടണം, അവിടെ ഇവിടെ മുറിച്ചിടരുത്. ഞാൻ ഈ ഓൺലൈൻ മീഡിയാസിനോട് തുറക്കില്ല എന്ന് ശബ്ദം എടുത്തിട്ടാണ് സത്യം പറഞ്ഞ പ്രോമിസ് ചെയ്താൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. കാരണം ഞാൻ പറയുന്നതായിരിക്കില്ല നിങ്ങളൊന്നും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണം. കട്ട് ചെയ്ത് ഇടരുത്. പുള്ളിക്കാരെ ആരുടെ മുമ്പിലും കൈ നീട്ടുന്നത് കണ്ടിട്ടില്ല. അവരെ അന്തസ്സോട് കൂടിയിട്ടും അഭിമാനത്തോട് കൂടിയിട്ടും അവർക്ക് പറ്റുന്നതും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും അവർക്ക് കോൺഫിഡൻസ് ഉള്ളതുമായിട്ടുള്ള ജോലിയല്ലേ ചെയ്യുന്നത്. എന്തിനും നമ്മളൊക്കെ അവർക്ക് സപ്പോർട്ടല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ അവരിപ്പോൾ ഒന്ന് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വല്ല സ്ട്രോക്കും ഓവർ ബിപിയൊക്കെ കൂടി അല്ലെങ്കിൽ ടെൻഷനെ കൂടി, കാരണം അതൊക്കെ എനിക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അവരെ കിടപ്പിലായിപ്പോയി അവരാരാ നോക്കുക? ഈ കുറ്റം പറയുന്ന ആൾക്കാരെങ്കിലും നോക്കുമോ? ആരെങ്കിലും അവർക്ക് ചിലവിന് കൊടുക്കുമോ? ഇല്ലല്ലോ. അവരവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ലേ. പുള്ളിക്കാരി പ്രസവിക്കാത്ത മകനാണ് മൂത്ത കുട്ടി, അവനും അവരത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും ഒരു അമ്മയും മകനെ പോലെയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമൂഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള ഒറ്റപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ മീൻസ് ഇതുപോലെയൊക്കെയുള്ള ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്നവർക്ക് നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ അവർ നമ്മളിതുപോലെ കുത്തി പറഞ്ഞിട്ടും ബോഡി ഷെയ്മിങ് ചെയ്തിട്ടും, ഈ ബോഡി ഷെയ്മിങ് ചെയ്യാനൊക്കെ നമുക്കൊക്കെ എന്ത് അർഹതയുള്ളത്? അല്ലെങ്കിൽ ആരാ നമുക്ക് അതിനുള്ള റൈറ്റ്സ് തന്നിട്ടുള്ളത്? നമ്മൾ എന്ത് അർഹതയല്ല നമ്മൾ മറ്റൊരാളെ പറയുന്നത്? ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും പ്രസവിച്ചതും ജന്മം നൽകിയതും അല്ലല്ലോ അവരെന്നെ പോലെ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെല്ലാം തികഞ്ഞവരാണോ? എല്ലാ അർത്ഥത്തിലും എല്ലാം തികഞ്ഞവരാണോ? അവർ പൊക്കിൾ കാണിക്കുന്നു, നേവൽ കാണിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തന്നെ ആകെ കുറച്ച് ഇതാണുള്ളത്. അവർക്കത് കോൺഫിഡൻസ് ഉള്ളതും അവർക്കത് ഓക്കെയാണ് തോന്നുന്ന ഡ്രസ്സല്ലേ അവർ ധരിക്കുന്നത്. ഇപ്പോൾ ഫാഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രി അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ആപ്റ്റാവുന്നത് അത് പ്രൊഡക്ഷനിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സല്ലേ. അതിനിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഒന്നാമതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഒരു വിദ്യാഭ്യാസമോ വിവരമോ, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ സാനി അയ്യപ്പോൾ പറഞ്ഞത് അമ്മാവന്മാരും അമ്മാവങ്ങളും എന്ന് പറഞ്ഞ കണക്ക് വിദ്യാഭ്യാസം അത് ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരുടെ ഇത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. അക്ഷരത്തില്ലാതെ ഒരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയുന്നവരല്ല പലരും. ഒരു വിദ്യാഭ്യാസമില്ല, വിവരമില്ല, എന്താ പറയുക, ലോകം എന്തെന്നറിയില്ല. നമ്മളാ നിൽക്കുന്ന നിൽപ്പിൻ്റെ അപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ടെന്ന് പോലും പലർക്കും അറിയാത്തവരാണ് ഈ തോന്നുന്ന വായ്പകളെല്ലാം ഇങ്ങനെ എഴുതിയിട്ട് ഇതേപോലെ നെഗറ്റീവ്സും ഇതേപോലെ എന്താ പറയുക ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നവരൊക്കെ. അല്ലാതെ ഈ കൂലിയും ഉള്ളവരോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരൊന്നും മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കത്തില്ല. അവർക്ക് അതിൻ്റെ സമയമില്ല. അത്ര എനിക്ക് രേണുസുധിയെ കുറിച്ചിട്ട് എനിക്കങ്ങനെ ഒരു തരത്തിലും മോശമായിട്ട് പറയാൻ ഞാനൊന്നും കണ്ടിട്ടുമില്ല. സ്വപ്ന സുരേഷൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്ത് അർഹതയിലാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പലരെക്കുറിച്ചും പറയാനുമുണ്ട്. അതിലോട്ടൊന്നും പോകുന്നില്ല. നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്നെ ഒരു രീതിയിലും എന്നെ ഒരു തരത്തിൽ ബാധിക്കുന്നൊരു കാര്യമില്ല. കാരണം എന്നെ ഒരു തരത്തിലും എൻ്റെ കൂടെ പഠിച്ചവരല്ല, എൻ്റെ കൂടെ ജോലി ചെയ്താലും എൻ്റെ നൈബേഴ്സല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്നുമല്ല. അല്ലാതെ എവിടെയോ കിടക്കുന്ന ഏതോ ലോ ക്ലാസ് ചിന്താഗതിയുള്ള ആൾക്കാർ എന്തോ വായി തോന്നുന്നത് പറയുന്നത് എന്നെ ഒരാളെ അല്ല. ഞാൻ ഓരോ ഓൺലൈൻ ചാനൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ചാനൽ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും എടുത്ത് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെയാണ് പഠിച്ചു വയ്ക്കുന്നത്. ഒരാൾക്കല്ലല്ലോ എഴുതുന്നത്, അത് അവരുടെ ജോലിയായിട്ടിരിക്കുക. നേരെ വിളിച്ച് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്നതാണ് ഇതിനായിട്ട്. ഒരാളെ മാത്രമാണെങ്കിലും ഓക്കെ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ കുരയ്ക്കുന്ന പട്ടികൾ ആര് പോയാലും കുറച്ചുകൊണ്ടായിരിക്കുക. ഒരാൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കും. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്, എനിക്ക് വർക്കുകൾ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഗസ്റ്റ് ലെക്ചറാണ്, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പ്രൊഫഷനാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്.
ഞാൻ ഗൗൺ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രൊഫഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ നെഗറ്റീവ് കമൻസ് നോക്കി ഞാൻ അവിടെ വായി നോക്കിയിരിക്കുകയോ ഞാൻ എൻ്റെ കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ഒരു ഇന്നും നാളെയും മറ്റന്നാളും 10 വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചാവുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും. അപ്പോൾ ലോക്ക്ഡൗൺ വന്നതിൽ ജോലി നഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നു. ഞാൻ ഇങ്ങനത്തെ കമൻസ് എല്ലാം നോക്കിയിരുന്നത്. ഞാൻ PWD വർക്ക് എടുത്ത് ചെയ്തു, ഞാൻ ഫയലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ KCBയുടെ സബ് കോൺട്രാക്ട് വർക്ക് എടുത്താൽ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവിൽ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഇൻസ്റ്റാക്ക് കുറേ ദിവസം എനിക്കില്ല. എന്നെ സംബന്ധിച്ചതൊന്നും എനിക്ക് അരിമേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്കിതൊന്നും യാതൊരു ഗുണവുമില്ല. ഒരു ടൈം പാസ് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആരെന്ത് ചോദിച്ചാൽ ഇൻസ്റ്റ ഐ ഡി ചെയ്താൽ FB ഐ ഡി ചെയ്ത് എന്നാ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഐ ഡി ചെയ്താൽ അവരെ ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ നോക്കാൻ വേണ്ടി. അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സാധനം എന്ന് പറയുന്നതുള്ളൂ. അതിലപ്പുറം ഇതൊന്നും എന്നെ ഒരു തരത്തിലും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എന്നെ ബാധിക്കുന്നൊരു കാര്യമില്ല. പിന്നെ നാട് ഓടുമ്പം നടുവേ ഓടണം എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാനും ഇത് യൂസ് ചെയ്യുന്നു. അത്രയല്ല. അതിലപ്പുറം എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും എന്നെ ഒരു തരത്തിലും